നമ്മളെപ്പോഴും നമ്മളെ ടൈം ട്രേഡ് ചെയ്ത് കണ്ട് നമ്മൾ വേറെ ആളെ കീഴിൽ നിന്നാണ് പണിയെടുക്കുമ്പോൾ അതൊരു പരിധി വരെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. വാറൻ ബഫറ്റിന്റെ ഒരു കോട്ട് ഉണ്ട്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ് യു വിൽ വർക്ക് അണ്ടിൽ യു ഡൈ. അതുപോലെ തന്നെ നവൽ ലവികാന്തിന്റെ ഒരു കോട്ടുണ്ട്, യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് റിച്ച് റെന്റിങ് ഔട്ട് യുവർ ടൈം യു മസ്റ്റ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ഈ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ടൈം ട്രേഡ് ചെയ്താണ്ട് പൈസ ഏൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവിടെ പണിയെടുക്കണം, അവിടെ പണിയെടുക്കണം, എന്നാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 തൊട്ട് 5 മണി വരെ നമ്മൾ അവിടെ പണി എടുത്തു കഴിഞ്ഞാൽ മാസം നമുക്ക് പൈസ വരുള്ളൂ. നമ്മളെ ടൈം നമുക്ക് അവിടെ ട്രേഡ് ചെയ്യണം. അവിടെ നമുക്ക് ലെവറേജ് കുറവാണ്, നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ ചാൻസ് കുറവാണ്. അതായത് നമ്മളെ ബോസിനോട് നേരെ പോയിക്കാണ്ട് എംപ്ലോയറോട് നേരെ പോയിക്കാണ്ട് എനിക്കൊരു മന്ത്ലി ഇപ്പോൾ എനിക്ക് ഓൾറെഡി 30,000 ആണ് സാലറി വരുന്നത്, എനിക്കൊരു 1 lakh ആക്കി തരണം എന്ന് പറഞ്ഞാൽ മൂപ്പര് കേൾക്കും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ ടൈം കൂട്ടിയാൽ കുറച്ചുകൂടി ഓവർ ടൈം പണിയെടുത്താലും നമുക്ക് അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് 24 മണിക്കൂറിന് മുകളിൽ പണിയെടുക്കാൻ പറ്റില്ല. റിയലിസ്റ്റിക് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിന് മുകളിൽ പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ക്യാപ്പ് ഉണ്ട് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതേസമയം കഷ്ടപ്പെട്ട് ഒരു ഗൾഫിലൊക്കെ പോയി നിങ്ങൾ ഒരു 3, 4, 5 കൊല്ലം പണിയെടുത്താണ്ട് നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരു ബിൽഡിംഗ് വാങ്ങി അത് പുതിയതായിട്ട് വരുന്ന ഷോപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസുകൾക്കൊക്കെ റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം പ്രീമിയം ബിൽഡിംഗ് ആണ്, സൈസുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി പ്രത്യേകിച്ച് വലിയ പണിയൊന്നും എടുക്കാതെ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ അവിടെ ഏൺ ചെയ്യുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഒന്നും അവിടെ ഇല്ല. അതാണ് ഈ ഡോണ്ട് ട്രേഡ് യുവർ ടൈം ഫോർ മണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റോടത്ത് നമ്മളെ സമയം ട്രേഡ് ചെയ്താണ്ട് പണിയെടുത്താലേ പൈസ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് അതിന് ഇങ്ങനെ ഓട്ടോമാറ്റിക് വരുന്ന രീതിയിൽ